ഹായ് ഓൾ. ഓഗസ്റ്റ് 10-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. സത്യത്തിൽ ഞാൻ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. മുമ്പൊക്കെ ജോലി സ്ഥലത്ത് ചെറിയ രീതിയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാനാണെങ്കിൽ ആരടുത്തും പറഞ്ഞതുമില്ല. ജോലിക്ക് പോയി തിരിച്ചു വന്നു. അങ്ങനെ അതൊരു നോർമൽ ദിവസം പോലെ തന്നെ കടന്നുപോയി. പക്ഷേ രാത്രിയായപ്പോൾ വെറുതെ ഒന്ന് ചിന്തിച്ച്, ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത് കേക്ക് മുറിക്കുന്നതും വിഷസ് കിട്ടുന്നതും ആഘോഷിക്കുന്നതും അതൊക്കെ മാത്രമാണോ? അല്ലെന്ന് എനിക്ക് തോന്നി. ഓരോ ബർത്ത്ഡേയും നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു തീർത്ത മറ്റൊരു വർഷത്തിൻ്റെ ഓർമ്മപ്പെടുത്തലും കൂടിയാണല്ലേ. ഇത്രയും വർഷം നമ്മൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പടച്ചവൻ അവസരം തന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഈ ബർത്ത്ഡേക്ക് എനിക്ക് പടച്ചവനോട് പറയാനുള്ളത് ഒരു വലിയ താങ്ക്സ് മാത്രമാണ് കേട്ടോ. കാരണം ഇത്രയും നാൾ നമ്മൾ ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചല്ലോ. വീണു പോയപ്പോഴൊക്കെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തിയും തന്നു. നല്ലതും മോശമൊക്കെ തിരിച്ചറിയാനുള്ള എക്സ്പീരിയൻസ് ഒക്കെ തന്നു. എൻ്റെ കൂടെ നിന്ന ആളുകളെയും തള്ളി പറഞ്ഞ ആളുകളെയും മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു അവസരം കൂടെ പടച്ചവൻ നമുക്ക് ഒരുക്കി തന്ന്. പിന്നെ നമ്മുടെ പേരൻസ്, നമ്മൾ എത്ര വളർന്നാലും എത്ര ദൂരെ പോയാലും നമ്മൾ ഈ ലോകത്തേക്ക് വന്നതിൻ്റെ പിന്നിൽ അവരുണ്ടല്ലേ. അപ്പോൾ അവരുടെ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് ഈ ബർത്ത്ഡേയിൽ അവർക്കും ഒരുപാട് നന്ദി. ജീവിതത്തിൽ ഇനി എനിക്ക് വലിയ കാര്യങ്ങളൊന്നും വേണ്ടെന്നാണ് തോന്നുന്നത്. ആരോഗ്യത്തോടെ ജീവിക്കണം, ഫാമിലിയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം. നമുക്ക് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. കഴിയുന്നില്ലെങ്കിൽ പോലും അവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം. കാരണം അവസാനം നമ്മളൊക്കെ എത്ര പണം ഉണ്ടാക്കി, എത്ര വലിയ വീടുണ്ടാക്കി, എത്ര പേരെ ഇമ്പ്രസ് ചെയ്തു എന്നതൊന്നുമല്ല കാര്യം. ജീവിതം വളരെ ചെറുതാണ്. ഇന്ന് നമ്മളൊക്കെ ഇവിടെ ഉണ്ട്, നാളെ എവിടെ ആയിരിക്കും എന്നൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ടുള്ള കാലം ആരെയും വെറുപ്പിക്കാതെ കഴിയുന്നത്ര സ്നേഹിച്ച് കുറ്റങ്ങളും കുറവുകളൊക്കെ ക്ഷമിച്ച് സ്വന്തം ജീവിതം സന്തോഷത്തോടെ ജീവിക്കണം. ആരോഗ്യത്തോടെ നമ്മുടെ ഫാമിലീൻ്റെ കൂടെ നന്നായിട്ട് ജീവിക്കാൻ പറ്റണം. അത്രേ ഉള്ളൂ എൻ്റെ ഇപ്പോഴത്തെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അൽഹംദുലില്ലാ, ഇത്രയും നാൾ തന്ന നല്ല ജീവിതത്തിനും ഇനി തരാൻ പോകുന്ന നല്ല ദിവസങ്ങൾക്കും പടച്ചവനോട് ഒരുപാട് നന്ദി. ഇനിയുള്ള ഓരോ വർഷവും കുറച്ചുകൂടി നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെന്താ, ബർത്ത്ഡേൻ്റെ അന്നും അത് കഴിഞ്ഞ് ഇത്ര നാളായിട്ടും വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അന്നിടാനൊരു മൂഡൊന്നും തോന്നിയില്ല, ഒരു പ്രത്യേകതയൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് ഇടണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ കുറച്ച് തിരക്കായിപ്പോയി. ജോലിയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. അപ്പോൾ ഓരോ ഓട്ടങ്ങളും പിന്നെ എല്ലാം കഴിഞ്ഞ് വന്നിട്ടാണെങ്കിൽ ഇത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത്തിരി ലേറ്റായി പോയി എന്നേ ഉള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാ, എല്ലാവരുടെ അടുത്തും താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ.